ഹലോ ആൻഡ് ഹായ് എവരിവൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ രഞ്ജുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം വിഷുവായിട്ട് ബന്ധപ്പെട്ട് നല്ല മികച്ച കലാപരിപാടികളായിരുന്നു. ഇത്തവണ കലാപരിപാടി ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് ജസ്ന സലീം എന്ന നിനക്കായി ഓർമ്മയ്ക്കായി ആദ്യമായി എന്നൊക്കെ മഹാകവി ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ ആൽബം സോങ് പോലെ നിനക്കായി കണ്ണ ജസ്ന സലീം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഈ ഗുരുവായൂരിലുള്ള കൃഷ്ണനോടുള്ള ഭക്തിയൊക്കെ കാണിച്ച് പടം വിറ്റ് ജീവിക്കുന്ന ഒരു സ്ത്രീ നടത്തിയ രസകരമായ കലാപരിപാടികളാണ് ഇന്നിവിടെ അരങ്ങേറാൻ പോകുന്നത്. എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ കലാപരിപാടി ഒരു നാടകമാണ്, മഹാമനസ്കനായ ഗർവാസി സാഷൻ. അപ്പൊ നമുക്ക് നാടകം ആരംഭിക്കാം. ഞാനിപ്പോൾ ജയിലിലാണെന്നും ജയിലിൽ കുത്തിരുന്ന ചിത്രം വരയ്ക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ കരുതി ഞാൻ ഒളിവിലാണ് പോലും. അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടു. അങ്ങനെയൊക്കെ ആരെങ്കിലും പറഞ്ഞത് എനിക്കറിയാൻ പാടില്ല. എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞ ഇവർ ജയിലിൽ പോകുന്നതാണ്. കാരണം ജയിലിൽ പോകാനുള്ള പരിപാടിയൊക്കെ ഇവർ ചെയ്ത് വെക്കുന്നുണ്ട്. തുടർന്നുള്ള പല വീഡിയോസ് ഇവർ കാണിച്ചു വെക്കുന്നത് നമ്മൾക്ക് വ്യാഖ്യാനിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രൊവൊക്കേഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ കേസെടുക്കാൻ സാധ്യതയുണ്ട്. 6 മാസം ജയിൽ ശിക്ഷയാണ് അതിൻ്റെ വകുപ്പിൽ വരുന്നത്. അതുകൊണ്ട് ജയിലിലേക്ക് പോകും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ജയിലിലാണെന്ന് പറഞ്ഞാലും നമുക്കറിയാൻ പാടില്ല, ഒളിവിലാണെന്ന് പറഞ്ഞ കാര്യവും നമ്മൾക്കറിയാൻ പാടില്ല. എന്തായാലും ഇനിയാണ് മഹാമനസ്കത നമ്മൾ കാണാൻ പോകുന്നത്. ഇത് കണ്ടിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം കരഞ്ഞ് എൻ്റെ കണ്ണിലൊക്കെ ഭയങ്കര ഇൻഫെക്ഷനൊക്കെ ആയി. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു അടുത്ത വീഡിയോ വന്നിട്ട് വേണം അത് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ. അപ്പോൾ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് എന്താണെന്നറിയോ, ഈ വ്യാജപ്രചരണം നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റീച്ചിൽ നിങ്ങൾക്ക് അരി വാങ്ങേണ്ട ഒരു ഗതികേട് എനിക്ക് സഹതാപം മാത്രമേ തോന്നുന്നുള്ളൂ. കാരണം നമ്മളെ കുട്ടിക്കാലം തൊട്ടേ പറയുന്നൊരു കാര്യമാണ് കള്ളത്തരം പറയരുത് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പം നിങ്ങളുടെ വരുമാനം ഈ കള്ളത്തരത്തിൽ കൂടെയാണ്. അപ്പം നിങ്ങളുടെ കുടുംബം പോറ്റാൻ ഇപ്പം ജസ്ന സലീം എന്നുള്ളൊരു പേര് നിങ്ങൾക്ക് കിട്ടി അതുമ്മൽ ഇതാക്കുകയാണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. അപ്പം നിങ്ങൾക്കറിയാമോ സുഹൃത്തുക്കളെ, ദിവസങ്ങളായിട്ട് ഞാൻ പട്ടിണി കിടക്കുകയായിരുന്നു. ഞാനും എൻ്റെ കുടുംബവും പട്ടിണി കിടന്ന് കരയുന്ന കുഞ്ഞുമക്കൾ. ജഗദീഷൊക്കെ പറയുന്ന പോലെ പുര നിറഞ്ഞു നിൽക്കുന്ന അമ്മ, പ്രായാധിക്യം മൂലം വലയുന്ന പെങ്ങന്മാർ, അങ്ങനെ ഒരുപാട് പ്രാരാബ്ധങ്ങൾക്കിടയിൽ പോകുമ്പോഴാണ് മഹാമനസ്കയായ ഗർവാസി സാഷൻ ഈ ഓഫർ തരുന്നത്. ഞാൻ വീഡിയോ ഇട്ട് തരാം, ഈ വീഡിയോ കൊണ്ട് നിങ്ങൾ ജീവിക്കൂ. എന്നൊരു കോൺഫിഡൻസ് ആണ് നോക്കണേ. ഞാൻ കണ്ടിട്ടുള്ള ഒരുമാതിരി ഇജാതിപ്പെട്ട ആളുകൾക്ക് എല്ലാവരുടെയും ഒരു ഇരവാദമാണ് ഈ പരിപാടി. എന്തെങ്കിലും ഒരു വിഷയത്തിൽ വിമർശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ പറയുക, എന്നെ വിറ്റ് ജീവിക്കാൻ, അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ആരുടെയും വീട്ടിൽ അരി മേടിക്കാൻ നടക്കട്ടെ, അരിയെണ്ണ എന്നൊക്കെ പറഞ്ഞു കൊണ്ടൊരു പ്രയോഗം ഉണ്ടായിരുന്നല്ലോ, റൈസ് അണ്ണൻ. പിന്നെ ദിയാകൃഷ്ണയുടെ അമ്മ സിന്ധു കൃഷ്ണ, മല്ലു ഫാമിലി, അങ്ങനെയുള്ള കുറേ ടീംസുകൾ എല്ലാം ഒരേ ജാതികളായി. ഇത് വരുമ്പോഴേക്കും എന്നെ വിറ്റ് ജീവിക്കുന്നത്, എൻ്റെ വീഡിയോ കൊണ്ട് വീട്ടിൽ അരി മേടിക്കാൻ കഴിയട്ടെ. എൻ്റെ പൊന്നു മോളെ, ദാരിദ്ര്യം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, പട്ടിണി നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇമാതിരി ഉടായ്പ് വീഡിയോ പ്രൊമോട്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഉടായ്പ് വീഡിയോ എടുത്ത് വെച്ചുകൊണ്ട് അരി മേടിക്കേണ്ട ഗതികേട് തൽക്കാലമില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ നല്ലപോലെ കൃത്യമായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്ത് നിങ്ങൾ ചെയ്യുന്ന എന്താണെന്നുള്ള കാര്യത്തിൽ കൃത്യമായ വിമർശനം പറഞ്ഞിട്ടാണ് വീഡിയോസ് ആൾക്കാർ കാണുന്നത്. ഇനി കണ്ടില്ലെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇമാതിരി അനുവാദമൊക്കെ ഈ ഹൈ റേഞ്ച് മേഖലയിലേക്ക് ഒരു ഡയലോഗ് കേട്ടിട്ടുണ്ട്, 8 മടക്കിയിട്ട് അങ്ങോട്ട് വെച്ചോ കേട്ടോ. ഇനി വേദിയിൽ അടുത്തതായി വരുന്നത് ചില കലാപ്രകടനങ്ങളാണ്. നീ കൃഷ്ണവേഷം കെട്ടരുതെന്ന് എന്ത് ചെയ്യാതെ അമ്മ കൂട്ടത്തിൽ കാണാൻ കൊള്ളാന്നോട്ടോ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഏതൊരു സിനിമ ഉണ്ടല്ലോ, ഉദയനാണ് താരം. അതിനകത്ത് രാജപ്പൻ തെങ്ങുമൂട് എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. രാജപ്പൻ തെങ്ങുമൂട് പിന്നീട് സരോജ് കുമാറായി മാറിയ കഥാപാത്രം. ആ കഥാപാത്രത്തിൻ്റെ അടുത്ത് സോപ്പിടാൻ വേണ്ടി മുകേഷ് പറയുന്നൊരു ഡയലോഗുണ്ട്. ഇത് എന്ന് പറയുന്നത് അഭിനയത്തിൻ്റെ ഒരു സൂപ്പർ മാർക്കറ്റാണ്. ഒരു സൈഡിൽ കൂടി കയറി കഴിഞ്ഞാൽ എല്ലായിടത്തും ഇങ്ങോട്ട് പോരാ. വഴിയിൽ വെച്ച് ഒരു കണി, അത് ഇവരൊരിക്കലല്ലാന്ന് ഇവരത് വീഡിയോ പറയുന്നുണ്ട് കേട്ടോ. ആ കെണിയുടെ അടുത്ത് നിന്ന് ഒരു ഷോ, അതിന് ഉമ്മ വെക്കുന്നു, ആ വീഡിയോ എടുക്കുന്നു. പിന്നെ അതിനുശേഷം ഡബ് സ്മാഷ്. അല്ല, നിങ്ങൾ എന്തോ ഉദ്ദേശിച്ചത്? വേഷം കെട്ടാണെന്ന് പറഞ്ഞത് ആരാണ്? വേഷം കെട്ടരുതെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട് ഡബ് സ്മാഷിൽ. ആരാണ് വേഷം കെട്ടുന്നത്? കൃഷ്ണൻ വേഷം കെട്ടിയെന്നാണോ, അല്ലാതെ കൃഷ്ണൻ്റെ ആ വിഗ്രഹം വേഷം കെട്ടിയെന്നാണോ, അല്ലെങ്കിൽ നിങ്ങൾ വേഷം കെട്ടിയാണോ ഉദ്ദേശിച്ചത്? പിന്നെ അതിനുശേഷം ഇത് വഴിയിൽ മറ്റേ പടം വെച്ചിട്ടുള്ള ഷോ, അതിലെനിക്ക് യാതൊരു നിങ്ങളൊന്നും പറയണ്ട. കാരണം നിങ്ങളുടെ ബിസിനസ്സാണ് പടം വരച്ച് വിൽക്കുക എന്നുള്ളത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാം, അതിലൊന്നും വലിയ വിഷയമൊന്നുമല്ല.
പക്ഷേ ഈ കലാപരിപാടികളൊക്കെ കാണിച്ചതിന് ശേഷം നിങ്ങൾ പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഈ ഭക്തി അങ്ങോട്ട് വാരി വിതറുകയാണല്ലോ എല്ലാ വീഡിയോയിലും. വഴിയിലൊരുക്കി വെച്ചിരിക്കുന്ന കൃഷ്ണവിഗ്രഹത്തെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, പിന്നെ കണ്ണനോട് പരിഭവം പറയാൻ വേണ്ടി ഡബ് സ്മാഷ്, അതും എന്തർത്ഥത്തിലായിട്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ അതുകൂടാതെ വളരെ പോപ്പുലർ ആയിട്ടുള്ള കണി കാണുന്ന നേരം എന്നുള്ള പാട്ടിൻ്റെ ആ ഒരു അൺപ്ലഗ്ഡ് വേർഷൻ്റെ ഒരു BGM ഒക്കെ വെച്ചിട്ടുള്ള ഈ ഭക്ത കുചേല ഭക്തി അങ്ങോട്ട് വാരി വിതറിയതിന് ശേഷം നടത്തിയ മറ്റൊരു കലാപരിപാടിയുണ്ട്. അതാണ് നിങ്ങൾ കാണേണ്ടത്. ഭക്തകുചേല ജസ്ന സലീം അവതരിപ്പിക്കുന്ന കുചേലവൃത്തം പൂരപ്പാട്ട് നിങ്ങൾ കണ്ട് ആസ്വദിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഹലോ, അതെ, ഇല്ല, മനസ്സിലായില്ല. ആരാണ്? ഞാനൊരു യൂട്യൂബറാണ്. എന്തായിരുന്നു? നിങ്ങളുടെ ഒരു വീഡിയോ ഇന്നലെ കാണാനിടയായി. എന്താണ്? നിങ്ങൾക്കെതിരെ ഇപ്പോ ഹൈക്കോടതി കേസെടുക്കാനുള്ള നിർദ്ദേശം കൊടുത്തല്ലോ. എന്നിട്ട് അതിനെ തുടർന്ന് നിങ്ങൾ ഇന്നലെ നടത്തിയ നിങ്ങളുടെ ഭാഗം വിശദീകരിച്ചുള്ള ഒരു വീഡിയോ കാണാനിടയായി. അവിടെ ഞാൻ ഈ കോൾ നിങ്ങളോട് സംസാരിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷ്യം വെച്ചിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സത്യസന്ധമായ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് അറിയാൻ വേണ്ടി മാത്രമാണ്. നിന്നോട് ആരാ പറഞ്ഞത് ഞാൻ കുറവങ്ങാട് പിന്നെ മഹലിലാണെന്ന്? നീ എടി പൊടി ഇടാ പോടാനുള്ള സംഭാഷണം വേണ്ട, മാന്യമായി സംസാരിക്കാം. നീ എന്ന് വിളിച്ചാൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് നിങ്ങളെന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. ആയിക്കോട്ടെ, എന്റെ സംസ്കാരം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളോട് ആരാ ഞാൻ കുറവങ്ങാട് പിന്നെ മഹൽ കമ്മിറ്റിയിലാണെന്ന് പറഞ്ഞത്? നിങ്ങളല്ലേ ഏതൊരു ഒരുത്തനെ വിളിച്ചിട്ട് വോയിസ് പുറത്തു വിട്ടത്? അല്ല, നിങ്ങൾ അദ്ദേഹം കൂടിയാണല്ലേ എന്നെ മഹൽ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കാൻ നിൽക്കുന്നത്. നിനക്ക് പറ്റുമോ എന്നെ പുറത്താക്കാൻ? നിങ്ങൾ പുറത്താക്കുന്നത് നിങ്ങളല്ല, ഇസ്ലാമിൽ നിന്നുകൊണ്ട് ദീനി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആരും പുറത്താക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ആണോ? നാട് നന്നാക്കാൻ നിൽക്കുക? അല്ല, ഇത്രയും അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും ദീനപരമായിട്ട് സംസാരിക്കുന്ന നീ എങ്ങനെ എന്റെ വീഡിയോ കാണുന്ന? അന്യശ്രീ അല്ലേ ഞാൻ? അല്ല, ഇതിനുള്ള ഉത്തരം തന്നിട്ട് നീ ഇങ്ങോട്ട് സംസാരിച്ചാൽ മതി. അല്ല, ദീന് സംസാരിക്കുന്ന നീ, ഞാൻ അന്യ സ്ത്രീ അല്ലേ? എന്റെ വീഡിയോ നീ എങ്ങനെ ചെയ്യുന്നു? എന്ത് കാരണത്താൽ നീ ചെയ്യുന്നു? ഞാൻ അന്യ സ്ത്രീ അല്ലേ? അന്യ സ്ത്രീയുടെ വീഡിയോസും അന്യ സ്ത്രീകളുടെ മുഖത്ത് നോക്കരുതെന്ന് ഈ ദീനില്ല. പിന്നെ നീ എങ്ങനെ യൂട്യൂബിൽ ഇത് ചെയ്യാം? യൂട്യൂബ് നീ ഇപ്പൊ ദീന് സംസാരിക്കുന്നുണ്ടല്ലോ, നീ അന്ന് സംസാരിച്ചതൊക്കെ സത്യമാണോ? കള്ളത്തരം പറയുന്നത് ഇല്ലേട്ടാ നിന്റെ ദീനിൽ പറ്റൂലേ? അല്ല, ഞാൻ എങ്ങനെയാണ് കുറവങ്ങാട് പിന്നെ ഇതിൽ മഹൽ കമ്മിറ്റിയിൽ വരിക? നീ എന്ത് വിചാരിച്ചിട്ടാണ് വീഡിയോ പുറത്തിടുക? ഞാൻ ഏതായാലും നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. നിനക്കെന്താണ്? ഞാൻ എങ്ങനെയോ ജീവിച്ചോട്ടെ, നിന്റെ ചെലവിലാണോ ഞാൻ ജീവിക്കുന്നത്? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ചോദിക്കുന്നതിന് മറുപടി താ. അല്ല, എനിക്ക് ഒരു നേരത്തെ അരിയാഹാരം നീയോ നിന്റെ തന്തയോടെ വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ടോ? നിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാൻ ആര്? നിന്റെ ഭാര്യ അല്ല എന്റെ പെങ്ങളോ? ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുള്ളൂ. നീ വലിയ തീരെ സംസാരിക്കുന്ന നീ എങ്ങനെ മറ്റുള്ള അന്യ സ്ത്രീകളുടെ വീഡിയോ ഇടുക? നിങ്ങളുടെ വീട്ടിലെ കാര്യം ചോദിക്കുമ്പോഴാണ് ഭാര്യ മറുപടി പറയുന്നത്. നാട്ടിലിറങ്ങി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് എന്തെങ്കിലും പിടിച്ചു പലതരം ചോദ്യം നേരിടുന്നില്ല. അപ്പൊ അതിന് മറുപടി പറയാൻ തന്റെ മാത്രം ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കും. എനിക്ക് തന്റെ ഉണ്ടോ ഇല്ലെന്ന് നീ നോക്കണം. എനിക്ക് ചോദിക്കാനുള്ളത് യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നത് അല്ല, ദീന് സംസാരിക്കുന്ന നിനക്ക് എങ്ങനെയാണ് അന്യ സ്ത്രീകളുടെ വീഡിയോ കാണാൻ പറ്റുക? നിങ്ങൾ യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നുകൊണ്ട് ഈ അന്യമതസ്ഥരൊക്കെ പിന്നെ നരകത്തിലെ വിറകുകളികളാണെന്ന് മനസ്സിൽ പഠിപ്പിച്ചു പച്ചക്കള്ളം പറഞ്ഞാൽ ചോദ്യങ്ങൾ നേരിടണം. അയ്യോടാ, ഒന്ന് കേട്ടെ. എന്നിട്ട് നിങ്ങൾ അത്ര ചോദ്യം നേരിടും, അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് പറയുമ്പോൾ സത്യസന്ധത വേണം. എന്നെ നീ സത്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കണോ? അല്ല, എന്നെ നീ സത്യം പഠിപ്പിക്കാൻ വേണ്ടി നടക്കണോ? സത്യം നിങ്ങൾ ആര് പഠിപ്പിച്ചാലും അത് ഞാനാണെങ്കിൽ നിങ്ങളാണെങ്കിൽ. അല്ല, എനിക്ക് ചോദിക്കാനുള്ളത് എന്റെ കാര്യത്തിൽ ഇടപെടാൻ നീ ആര്? നിനക്ക് എന്തിന്റെ ആവശ്യം? ഞാൻ ഏത് മഹൽ കമ്മിറ്റിയിലായാലും ഞാൻ എന്തിലായാലും നിനക്കെന്താണ് പ്രശ്നം? നീ എന്തിനാ എന്റെ കുഞ്ഞുങ്ങളെ കാര്യം നോക്കുന്നേ? ഞാനും കൂടെ വിശ്വസിക്കുന്നത് എന്റെ മതത്തിലാണ്. നിന്റെ മതത്തിനെ നിന്റെ മതം നോക്കുമ്പോ നീ എന്തിനാണ് അന്യ സ്ത്രീകളുടെ വീഡിയോ കാണുന്നത്? നീ എന്തിനാ അന്യ സ്ത്രീകളുടെ വീഡിയോ കാണുന്നത്? അതിനുള്ള ഉത്തരം തരാം. നീ എന്തിനാ അന്യ സ്ത്രീകളുടെ വീഡിയോ കാണുന്നത്? ഞാൻ ആരെ കുറ്റം കള്ളത്തരം? നീ എടാ സംസാരിക്കുമ്പോ നീ വാ മുട്ടി പോകുന്ന സംസാരമല്ല വേണ്ടത്. നീ വലിയ ദീനി, നീ വലിയ ഇസ്ലാമിക വലിയ പണ്ഡിതൻ എങ്ങനെയാടാ യൂട്യൂബ് ചാനൽ തുടങ്ങിയ? അല്ല, പണ്ഡിതൻ എങ്ങനെയാടാ യൂട്യൂബ് ചാനൽ തുടങ്ങിയ? ഈ പണ്ഡിതൻ എങ്ങനെയാണ്? അല്ലടാ, ഈ പിന്നെ ഈ റമ്മിയും മറ്റേ നിന്റെ പരസ്യമല്ലേ നിനക്ക് പൈസ തരുന്നത്? എങ്ങനെയാടാ നിനക്ക് ഹലാലല്ല? അല്ല, നിനക്ക് എങ്ങനെ? അല്ല, നീ വലിയ ദീനി. എടാ, നീ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ചോദ്യത്തിന് നീ ഉത്തരം തന്നേ പറ്റുള്ളൂ. നീ വലിയ ദീനിയാണെങ്കിൽ നിനക്ക് ഉത്തരം തരാൻ ഞാൻ നിന്റെ വാപ്പയോ നിന്റെ ഉമ്മയോ അല്ല. നിനക്ക് ഉത്തരം തരേണ്ട ആവശ്യം എനിക്കില്ല. എടാ, നിനക്ക് ചോദ്യത്തിന് ഉത്തരം തരാൻ ഞാൻ ആര്? നിന്റെ തള്ളയോ? വിളിക്കും ഞാൻ എന്റെ ഫോണിലേക്ക് വിളിക്കുമ്പോ.
വലിയ മതത്തിൽ കിടക്കുന്നവൻ എങ്ങനെയാടാ യൂട്യൂബ് ചാനൽ തുടങ്ങ? എങ്ങനെയാടാ അന്യ സ്ത്രീകളുടെ വീഡിയോ ചെയ്യാ? അല്ല, എങ്ങനെയാടാ നീ അന്യ സ്ത്രീകളുടെ വീഡിയോ ചെയ്യാ? എടാ, മതം പറയുമ്പോ എന്തെങ്കിലും ഒരു കാര്യം വേണം. ഇനി മേലെ ഞാൻ വിളിച്ച പോരെ കയറിയിട്ട് ഞാൻ തല്ലും കേട്ടോ. എനിക്ക് സൗകര്യമില്ല. നീ ആരോട് എന്നോട് ചോദ്യം ചെയ്യാനേ? ഞാൻ വരും. വന്നാ നീ ഉണ്ടാക്കും. നീ നിയമപരമായിട്ട് പോടേ. ഇതിനുള്ള നിയമപരമായിട്ട് ചെയ്യാനുള്ളത് എനിക്കും അറിയാം. ഓ, ആയിക്കോട്ടെ. ആദ്യം മതം തലക്ക് പിടിച്ച മോയന്റെ അന്യ സ്ത്രീകളുടെ വീഡിയോ കാണാൻ പാടില്ല എന്നുള്ളത് അറിയാലോ. എങ്ങനെയുണ്ട് ഭക്തകുചേല വൃത്തം പൂരപ്പാട്ട്? എന്തായാലും ഇതോടുകൂടി വിഷു പരിപാടികൾ ഇവിടെ സമാപിക്കുകയാണ്. ഇനി അടുത്ത വർഷം ബാക്കിയുള്ള ഷോയും പട്ടി ഷോയൊക്കെ നമുക്ക് കാണാം. നമ്മൾക്ക് ഈ ഭക്തി, കൃഷ്ണഭക്തി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വന്ന ചില ചിത്രങ്ങളുണ്ട്. കുചേലനായാലും പൂന്തനമായാലും മീരാഭായി ആയാലും കുരൂരമ്മയായാലും നമ്മൾ കേട്ടിട്ടുള്ള ഐതിഹ്യങ്ങളും കഥകളിലുമൊക്കെ ഈ ഭക്തി എന്ന് പറയുന്ന ഒരു സാത്വികമായ ഭാവമാണ്. പുറമേ കാണിക്കുന്ന ഒരു സംഭവമല്ല. അവരുടെ ജീവിതത്തിൽ അവർക്കൊരു സാത്വികത ഉണ്ട് അക്കാര്യത്തിൽ. ഇനി എല്ലാ ഭക്തരും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഭക്തിയുടെ ഒരു ഐഡന്റിറ്റി വെച്ച് നടക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു സാത്വിക ഭാവമുണ്ട്. ആ സാത്വിക ഭാവമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഈ ഭക്തി എന്ന് പറയുന്നത് വെറും റീലാണെന്നും റിയലി ആളെങ്ങനെയാണെന്നും കാണിക്കാൻ ഈ ഒരൊറ്റ വോയിസ് ക്ലിപ്പ് മതി. ഇത് മറ്റാരും പുറത്തുവിട്ടതല്ല, ജസ്ന സലിം തന്നെ പുറത്തുവിട്ട സംഭവമാണ്. അവരുടെ ചാനലിലുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ പറയുന്നത്, ഇവർക്ക് ഭക്തിയല്ല ഇവിടുത്തെ വിഷയം, ഇവർക്ക് കൃഷ്ണനോടുള്ള സ്നേഹമല്ല ഇവിടുത്തെ വിഷയം. ഇതെങ്ങനെ എൻക്യാഷ് ചെയ്യാമെന്നുള്ളതാണ്. ആ എൻക്യാഷ് ചെയ്യാനുള്ള ശ്രമത്തിനിടെ സംഭവിക്കുന്ന പല കാര്യങ്ങളും ബാക്ക് ഫയർ ചെയ്യണമെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ഈ സ്ത്രീക്കില്ല. എന്തുകൊണ്ട് പോലീസ് പ്രകോപനപരമായ ഒരു നീക്കം എന്ന രീതിയിൽ കേസെടുക്കുന്ന അവർക്ക് മനസ്സിലാവുന്നില്ല. ഏകമത വിശ്വാസം പിന്തുടരുന്ന അല്ലെങ്കിൽ സെമറ്റിക് മതപാരമ്പര്യമുള്ള ഒന്നാണ് ഇസ്ലാം മതം. അവിടെ വിഗ്രഹാരാധനയില്ല, ഒരു സെമറ്റിക് മതത്തിലുമില്ല. ഇപ്പോൾ ക്രൈസ്തവരുടെ കാര്യം എടുത്താൽ പോലും അവരുടെ പള്ളികളിൽ വിഗ്രഹങ്ങളുണ്ടെങ്കിലും അവരതിന് ഉപയോഗിക്കുന്ന വാക്ക് പ്രതിമ വണക്കം എന്നാണ്. കാരണം വിഗ്രഹാരാധന ഒരു സെമറ്റിക് മതങ്ങളും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതേസമയം വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിക്കുന്ന, വിഗ്രഹാരാധനയിൽ വിശ്വാസമുണ്ട് എന്ന് പറയുന്ന, ബഹുദൈവങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു പൗരാണിക മതമാണ് അല്ലെങ്കിൽ പൗരാണിക സംസ്കാരമാണ് ഹിന്ദുമതം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഈ സംഭവം ഒരു സാധാരണക്കാരൻ, അല്ലാതെ വിശ്വാസം എന്തായാലും കുഴപ്പമില്ല അല്ലെങ്കിൽ മതം ഏതായാലും എന്താ മനുഷ്യൻ നന്നായാൽ മതി എന്ന് വിചാരിക്കുന്ന ഒരു സാധാരണക്കാരനൊരു വിഷയമല്ല. പക്ഷേ എക്സ്ട്രീമിസ്റ്റുകളായ ആളുകളുണ്ട്. എല്ലാം വളരെ മതപരമായിട്ട് എക്സ്ട്രീമായിട്ട് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇവരത് ദീനി മറ്റേത് മറിച്ചെന്നൊക്കെ പറയുന്നില്ലേ? ഇങ്ങനെ സംസാരിക്കുന്ന ആൾ ഇപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊന്നും രണ്ടുപേരും ഉത്തരം പറയില്ല കേട്ടോ. അതാണ് ഏറ്റവും രസകരമായ ചോദ്യം. ലോജിക്കലായ ഒരു ചോദ്യത്തിനും ഉത്തരം കിട്ടാത്തൊരു മേഖലയാണ് വിശ്വാസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മതങ്ങളെന്ന് പറയുന്നത്. അത് വേറൊരു വിഷയമാണ്, അതവിടെ വിടുന്നു. ഇങ്ങനെ തർക്കിക്കുന്ന ഒരു കൂട്ടരിൽ നിന്നും എക്സ്ട്രീമായ വേറൊരു കൂട്ടരുണ്ട്. അത് രണ്ട് വിഭാഗത്തിലുമുണ്ട്. അവരുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കണം എല്ലും കഷണം ഈ വിഷയങ്ങളായിട്ട്. അതുകൊണ്ടാണ് പ്രകോപനപരമാണ്. ഇപ്പോൾ കലാപാഹനം എന്ന് പറയുമ്പോൾ കലാപം ചെയ്യടാ എന്ന് പറഞ്ഞിട്ട് പോയി വെട്ടിക്കൊല്ലടാ എന്ന് പറഞ്ഞു എന്നാൽ അതിൻ്റെ അർത്ഥം. പ്രൊവോക്കേഷൻ എന്ന് പറയുന്നത് കലാപ സാധ്യത ഉണ്ടാക്കുന്നതുമാണ്. ഇപ്പം ഇവർ ഈ വിഷയത്തിൽ ഇങ്ങനെ സംസാരിച്ചു. ഇപ്പം ഇത് കേൾക്കുന്ന കുറെ കൂടി എക്സ്ട്രീമിലി വിശ്വാസികളുടെ ആളുകൾക്ക് സ്വാഭാവികമായിട്ട് ഇതിനകത്ത് പ്രശ്നം ഉണ്ടാവും. ഇനി മറ്റൊരു വശത്ത് എന്ത് ചെയ്യും? മറ്റൊരു വശത്ത് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവർ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അവരുടേതായ ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചിട്ട് ഒരു ഫ്രിക്ഷൻ സൃഷ്ടിക്കാനാണ് ശ്രമിക്കും. അതിന് നിന്നു കൊടുക്കുകയാണ് ഈ പെണ്ണുമ്പോൾ ചെയ്യുന്നത്. അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് അറിയാതെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവരുടെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഇവർ തനിയെ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ കാര്യങ്ങളൊക്കെ. ഇവരുടെ പിന്നിൽ ആരൊക്കെയുണ്ട്, നിങ്ങൾ എന്തുവേണം ചെയ്തത് ബാക്കി ഞങ്ങൾ നോക്കിക്കൊള്ളാവുന്ന രീതിയിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അതില്ല എങ്കിൽ ജസ്ന സലീം നിങ്ങൾ ചെയ്യുന്നത് മഹാമോശമായ കാര്യമാണ്. നിങ്ങൾക്ക് പടം വരച്ച് വിൽക്കാം, ഗുരുവായൂരമ്പലത്തിൽ പോവാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞൊരു വിവരക്കേടുണ്ട്. അവിടെ ചടങ്ങുകൾക്ക്, മതപരമായ ചടങ്ങുകളെ വീഡിയോ എടുക്കുന്നതിൽ നിരോധനമില്ലല്ലോ. ഞാൻ അത്തരം ഒരു ചടങ്ങാണ് ചെയ്തതെന്ന്. അത്തരമൊരു ചടങ്ങല്ല അവർ ഉദ്ദേശിക്കുന്നത്. മതപരമായ ചടങ്ങെന്ന് പറയുന്നത് അവിടെ വെച്ച് നടക്കുന്ന വിവാഹം, ചോറൂണ് പോലുള്ള കാര്യങ്ങളാണ്. അതിന് വീഡിയോ എടുക്കുന്നതിൽ വിലക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ ആ ലൂപ്പുകളൊക്കെ എടുത്തിട്ട് നിങ്ങൾ പോയിട്ട് കൃഷ്ണന്റെ മാല ഇടുക, ആ വീഡിയോ എടുത്ത് പുറത്തു വിടുക. ഇത് അവിടെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അങ്ങോട്ട് പോയിട്ടേ ഇല്ല. അപ്പോൾ അഹിന്ദുവായ നിങ്ങൾ അവിടെ കയറി ചെല്ലുകയും മാലയിടുകയും ആ വീഡിയോ എടുത്ത് പുറത്തിടുകയും ചെയ്യുമ്പോൾ ഈ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഇത് ഒരു തരത്തിൽ പ്രൊവോക്കേഷൻ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ മതസൗഹാർദ്ദം എന്ന് പറയുന്ന കാര്യം ചുരുങ്ങി ഇപ്പം മതസഹിഷ്ണുതയിൽ നിൽക്കുകയാണ്. സഹിഷ്ണുത എന്ന് പറഞ്ഞെങ്കിൽ സഹനമാണ്. ഈ സഹനത്തിനൊരു
പരിധിയുണ്ട്. എല്ലാവരും ഒരേപോലെ എല്ലാം സഹിക്കണം എന്നില്ല. ഇപ്പോൾ ചില ആളുകൾ നമ്മൾ എത്ര കളിയാക്കിയാലും ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് വിടും. ചില ആളുകൾ കളിക്ക് ഒരു പരിധി എത്തുമ്പോൾ അവർ തിരിച്ചടിക്കാൻ തുടങ്ങും. ചിലവർ അങ്ങനെയല്ല, കളിയാക്കി തുടങ്ങുമ്പോൾ തന്നെ എടുത്ത വഴിക്ക് അടിക്കും. മറ്റവർ കളിയാക്കുന്നു എന്നൊരു തോന്നലുണ്ടായാൽ മതി, അവർ റിയാക്ട് ചെയ്യും. ഇങ്ങനെ പല രീതിയിലുള്ള ആളുകളാണ് ഈ വിശ്വാസികളായിട്ടുള്ളവർ. ആ കൂട്ടത്തിൽ ആർക്ക് എന്ത് എപ്പോൾ പ്രൊവോക്ഡ് ആവുമെന്ന് പറയാൻ പറ്റില്ല, എന്ത് പ്രശ്നം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഭക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്തുടർന്നുള്ളൂ. അതൊരു സ്വകാര്യമായ കാര്യമായിട്ട് നിങ്ങൾ പിന്തുടർന്നുള്ളൂ. നിങ്ങൾ അവിടെ പോവുകയോ പ്രാർത്ഥിക്കുകയോ എന്തുവേണം ചെയ്തോളൂ. നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു മറ്റു മതങ്ങളെ ബഹുമാനിക്കുന്ന ഇത്ര വലിയ പ്രശ്നമാണ്. ഒരു പ്രശ്നമില്ല, ബഹുമാനിച്ചോളൂ. പക്ഷെ ആ ബഹുമാനിക്കുന്നതിലൂടെ ആ വീഡിയോ എടുത്തിട്ട് ഇരുഭാഗങ്ങളിലുള്ള പലരെയും നിങ്ങൾ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് തെറ്റാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാനൊരു കാര്യം കാണിച്ചു തരാം. നിങ്ങളുടെ പോസ്റ്റ് ഒരു RSSന്റെ പ്രവർത്തക ഷെയർ ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. നോമ്പെടുത്തെന്നും പറഞ്ഞ് കൊച്ചിക്കോലം കെട്ടിയിരുന്ന ഹിന്ദു യൂട്യൂബർമാർക്കും തെരുവിലെ കണിവെച്ച് കിണുങ്ങുന്ന ഇത്തരം മുതലുകൾക്കും വേണ്ടത് യൂട്യൂബിലെ പണം മാത്രം. ഇവറ്റകളൊക്കെ സ്വന്തം മതത്തിന് മറ്റു മതങ്ങൾക്കും ഒപ്പം ബാധ്യതയാണ്. ഇത് ഇത്രയും വെച്ചിവിടെ നിർത്തിയിട്ടുണ്ട്. നിങ്ങൾ എടുത്ത വീഡിയോ ഇട്ടിട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, അതായത് നമ്മളറിയാത്തൊരു കൂട്ടരിലേക്ക് സംഭവം പോകും. അവിടെ ചെല്ലുമ്പോൾ മുസ്ലിം മതവിശ്വാസിയായ ഒരു വനിത ശ്രീകൃഷ്ണന്റെ പ്രതിഭ തെരുവിൽ വെച്ചിരിക്കുന്നു. ആ രീതിയിലായിരിക്കും വ്യാഖ്യാനിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ഡാൻസ് ചെയ്യുന്ന എന്തോ രാരവേണുഗോപാലൊക്കെ നിങ്ങൾ ഡാൻസ് കളിക്കുന്നുണ്ട്. ആ വീഡിയോയും കാണിച്ചിട്ട് അപമാനിക്കുന്നു എന്ന രീതിയിലായിരിക്കും പുറത്തു വരിക. എങ്ങനെ ഉണ്ടാവും? ഈ രീതിയിൽ ഈ നാട്ടിൽ പ്രചാരണം നടക്കുന്നുണ്ട്. അതിനൊക്കെ നിങ്ങൾ വഴിവെച്ചു കൊടുക്കുകയാണ്. ഇതൊന്നും മനസ്സിലാത്തതുകൊണ്ടല്ല ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് അറിയാം. പക്ഷെ നിങ്ങൾക്ക് ലൈം ലൈറ്റിൽ നിൽക്കാൻ ഇത് തന്നെ നിങ്ങൾക്ക് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അതിനുവേണ്ടിയാണ് നിങ്ങൾ മനഃപൂർവ്വം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനിയെങ്കിലും ഈ വൃത്തികെട്ട പരിപാടി നിർത്തണം. ഇത് മഹാമോശമായ കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പടം വരക്കുന്നതോ വിൽക്കുന്നതോ നിങ്ങളുടെ ബിസിനസ് ഒരു പ്രശ്നമല്ല, നിങ്ങൾ അമ്പലത്തിൽ പോകുന്നതോ തൊഴുന്നതോ പ്രശ്നമല്ല. പക്ഷെ അതൊക്കെ ആളുകളെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ ചെയ്യുകയും ആളുകളുടെ ഇടയിൽ സ്പർദ്ധയുണ്ടാക്കുന്ന രീതിയിലും ചെയ്യുന്നതിൽ ഒരു വലിയ ശരികേടുണ്ട്. നിങ്ങൾ ഇനിയെങ്കിലും തിരുത്തണം. ഇനിയെങ്കിലും ഇന്നലെ ഞാൻ പറഞ്ഞു, ഈ പട്ടി ഷോ ഒന്ന് അവസാനിപ്പിക്കണം. അപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.